ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IRFC എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സുകളാണ് കവർ ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഏകദേശം 40% ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന NBFC കമ്പനിയായ IRFC എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. ഈ കമ്പനിയുടെ IPO അനാലിസിസിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. വളരെയധികം സ്ട്രോങ് ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സുള്ള ഈ കമ്പനി നമ്മൾക്ക് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാവുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ വീഡിയോയിൽ IRFC എന്ന കമ്പനിയുടെ ഫണ്ട് റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ IRFCയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണെന്ന് കൂടി മനസ്സിലാക്കാം. അതായത് സ്റ്റോക്കിൻ്റെ നിയർ ടൈം സപ്പോർട്ടായ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിൽ റീസെൻ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ കറക്ഷൻ വഴി സ്റ്റോക്ക് വളരെയധികം താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത നൽകുന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഫിനാൻസിംഗ് കമ്പനിയായ IRFC എന്ന കമ്പനിയുടെ ഫണ്ട് റൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ IRFC എന്ന കമ്പനി 1375 കോടി രൂപ ഗവൺമെൻറ് ബോണ്ട് റേറ്റിനേക്കാൾ കുറഞ്ഞ ബോണ്ട് റേറ്റിൽ സമാഹരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കമ്പനി 6.80% എന്ന ബോണ്ട് റേറ്റിൽ 20 വർഷത്തേക്കുള്ള ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത്. 2041 ഈ ബോണ്ടുകളുടെ മച്യൂരിറ്റി ഡേറ്റ് വരുന്നത്. ഈ മച്യൂരിറ്റി ഡേറ്റിനോടൊപ്പം ബോണ്ട് ഈൽഡായിട്ട് കാണുന്നത് 6.90% ആണ്. ഇനി ഈ ബോണ്ട് ഇഷ്യൂവിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും വളരെ വലിയ റെസ്പോൺസാണ് കാണാൻ സാധിച്ചത്. കാരണം ഈ ബോണ്ട് ഇഷ്യൂ 6 ടൈംസ് ഓവർ സബ്സ്ക്രൈബായി. അതോടൊപ്പം തന്നെ 500 കോടി രൂപയുടെ ബേസ് ബോണ്ട് ഇഷ്യൂ ആയിരുന്നു ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി ഈ ബോണ്ട് ഇഷ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ EPFO കമ്പനി, അതായത് വിവിധ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്ന EPF കമ്പനിയാണ് ലോങ് ടൈം പ്രൈമറി ഇൻവെസ്റ്ററായിട്ട് ഈ ഫണ്ട് റൈസിങ്ങിൽ കാണാൻ സാധിച്ചത്. IRFC എന്ന കമ്പനിക്ക് 1 ട്രില്യൺ രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനുള്ള അപ്രൂവലാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം IRFCയുടെ ഫണ്ട് റൈസിംഗ് ലാസ്റ്റ് മന്തിലും പ്ലാൻ ചെയ്തതായിരുന്നു. അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ലെസ് ഡിമാൻഡ് കാരണമാണ് ഈ IRFCയുടെ ഫണ്ട് റൈസിംഗ് ഈ മാസത്തിലേക്ക്, അതായത് മാർച്ച് 2021 മാറ്റിവെച്ചത്. ഇനി IRFCയുടെ ഫണ്ട് റൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഗവൺമെൻറ് ബോണ്ട് റേറ്റിനേക്കാൾ താഴ്ന്ന പ്രൈസിൽ ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേറ്റ് കമ്പനികളുടെ ഇടയിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ IRFCയുടെ സ്റ്റോക്കിൽ ഉണ്ടാകും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 1 ഫെബ്രുവരി 2021 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡായ ഈ കമ്പനി 26 രൂപ എന്ന് പറയുന്ന 52 വീക്ക് ഹൈ അച്ചീവ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ബിയറിഷ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ബിയറിഷ് ട്രെൻഡ് സ്റ്റോക്കിനെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും താഴെ എത്തിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ 22 രൂപ 40 പൈസയാണ് ഈ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ. അതിന് അടുത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ വാല്യൂവിലാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് നമുക്ക് പറയാം. ഇനി സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 30,122 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കമ്പനി റീസെൻ്റ്ലി 1 രൂപ 5 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് കൺസിഡറബിളി വളരെ നല്ല ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ച കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 86.36%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 2.23%, മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിൽ 2.82%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 0.29%, പബ്ലിക്കിൻ്റെ കയ്യിൽ 8.30% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റിലും വളരെ വലിയ ജമ്പാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്ന മാർജിനാണ്. വളരെ വലിയ നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ് ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതായത് ഇന്ത്യൻ
റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള 40% ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ഫിനാൻസിങ് ആം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിയാണ്. അതായത് റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ വർധനവും ഡയറക്റ്റ്ലി ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്തിന് കാരണമാകും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഇനി സ്റ്റോക്കിൻ്റെ 3 ഇയറിലെ CAGR ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിനിൽ വളരെ വലിയ ഗ്രോത്ത് ആണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് IRFC എന്ന സ്റ്റോക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്